യുകെയിൽ ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ശരിക്കും ഇത് മലയാളികളെ അടിച്ചോടിക്കുകയാണെന്ന തരത്തിലാണ് നാട്ടിലുള്ള വാർത്തകളിലൊക്കെ കേട്ടുവരുന്നത്. പൊതുവെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെ ഒരു എതിർപ്പുണ്ട്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. യുകെയിൽ മാത്രമല്ല, അറബ് നാട്ടുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആളുകൾ പൗരത്വം എടുത്ത് അവിടെ താമസിക്കുന്നില്ല. അവർ അവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും US, കാനഡ, UK അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ഇങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടായി വരുന്നത്. ശരിക്കുമുള്ള ഇപ്പോൾ UK നടക്കുന്ന കുടിയേറ്റത്തിൻ്റെ പ്രശ്നം അത് അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർക്കെതിരെയുള്ളൊരു പ്രക്ഷോഭമാണ്. അതിപ്പോൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ബോട്ടുകൾ ഇവിടെ എത്തി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചെലവുകളിൽ ഇവിടെ താമസിക്കുന്നവർക്കെതിരെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭം നടക്കുന്നത്. പിന്നീട് അതിപ്പം അങ്ങനെയുള്ളൊരു പ്രക്ഷോഭം കുടിയേറ്റക്കാർ എന്ന നിലയിൽ അതിപ്പോൾ എല്ലാവരെയും ബാധിക്കുമെന്ന വേറൊരു കാര്യമാണ്. പക്ഷെ നിലവിൽ ഈ കുടിയേറ്റക്കാർ എന്ന് അവരുദ്ദേശിക്കുന്നത് ബോട്ടിൽ കയറി വരുന്നവരെ തന്നെയാണ്. UK സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് പേരിവിടെ ഉണ്ട്. അതേസമയം ഈ ബോട്ടിൽ എത്തി ഈ അനധികൃതമായിട്ട് ഇവിടെ വരുന്നവരെ ഇവിടുത്തെ സർക്കാർ ചെലവിൽ ഹോട്ടലിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ചെലവ് എല്ലാം നടത്തുന്നതിനെതിരെയാണ് പ്രധാനമായും ഇവിടെയുള്ള ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം കുടിയേറ്റക്കാർ മൂലമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ UK ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് മതപരമായും രാഷ്ട്രീയപരമായും എല്ലാം ഇവരെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം ശരിക്കും തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് കുടിയേറ്റ വിരുദ്ധ റാലി ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അനധികൃതമായി ഇവിടെ കുടിയേറുന്ന ആൾക്കാർക്കെതിരെയുള്ള പ്രതിഷേധം ക്രമേണ എല്ലാ കുടിയേറ്റക്കാരെയും ബാധിക്കുക തന്നെ ചെയ്യും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന ഇപ്പം നിയമപരമായി വർക്ക് വിസകളിലൊക്കെ എത്തി ഇവിടെ ടാക്സ് അടത്തി ജീവിക്കുന്ന ആളുകളെയും അത് ബാധിക്കും. കാരണം ഇവരൊരു വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏതാണ് അനധികൃത കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് വർക്ക് വിസ എടുത്ത് ജീവിക്കുന്നവരെന്നൊന്നും ഒരു വലിയൊരു പ്രക്ഷോഭം വന്നു കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല. നോക്കുമ്പോൾ എല്ലാവരും കുടിയേറ്റക്കാർ. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അതൊരു ഇന്ത്യൻ ലുക്കുള്ള ഒരാളാണെങ്കിൽ, ബംഗ്ലാദേശി ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും നേപ്പാളിലുള്ളവരാണെങ്കിലും അത് ഇന്ത്യക്കാരെന്നാണ് പൊതുവെ ഇവിടെ പറയുന്നത്. ഇതിലേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വരുത്തി വെക്കുന്നതാണ്. കാരണം മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അവരുടെ കൾച്ചറും അവരുടെ രീതികളും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാതെ നമ്മുടെ രീതികളിൽ തോന്നുന്ന പോലെ നടന്നു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇവരൊരുപാട് ഉദാരമനസ്കുള്ളവരാണ്. ഇവർ പ്രത്യേകിച്ചും ഇവിടുത്തെ ഉള്ള ആളുകളെയും സ്കൂളുകളിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും റേസിസം പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുവാൻ ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കെയർ ഹോമുകളിലും NHS ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവരവിടെ അന്നത്തെ ഒരു ശമ്പളം കൊടുത്തു പോലുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ അവർ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ജോലിക്കായി വന്നവരുടെ നമുക്ക് തോന്നുന്ന പോലെയുള്ള ഓരോ വൃത്തികേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭം നമ്മൾക്കെതിരെയും ഉണ്ടാവും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മതമാണ്. എല്ലാവർക്കും മതവിശ്വാസമുള്ളതാണ്. പക്ഷെ അത് മതം നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിർത്താതെ അത് പുറമേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ചടങ്ങായിട്ട് മാറുമ്പോഴാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം UK മതവിശ്വാസികളെക്കാട്ടിലും കൂടുതലും മതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഉള്ളത്. അപ്പോൾ ഇവിടെ മതത്തിൽ വിശ്വസിക്കേണ്ടവർക്ക് മതത്തിൽ വിശ്വസിക്കാൻ അല്ലാത്തവർക്ക് അങ്ങനെയാവാം. പക്ഷെ ഇത് മറ്റുള്ളൊരു പബ്ലിക്കിനെ ഇത് ബാധിക്കാത്ത രീതിയിൽ വേണം ഇത് നടത്തിക്കൊണ്ടു പോകാൻ. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു രീതി. ഇപ്പോൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ പള്ളിയിൽ പോകുന്നവർ അവരുടെ ഇഷ്ടത്തിന് അവർ പള്ളിയിൽ പോകുന്നു. മറ്റുള്ളവർക്ക് അവർ ശല്യം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മതത്തിൽ വിശ്വസിക്കാത്തവരും അങ്ങനെ തന്നെ, അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷേ ഈ കുടിയേറി വരുന്ന ആൾക്കാരാണ് ഈ മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ എങ്ങനെ വെറുപ്പിക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യമല്ല. ഇപ്പം ഈ മതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടിട്ട് പറയും ഞങ്ങൾ ഓക്കെയാണ്, മറ്റേ മതങ്ങൾ ഉള്ളവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പറയും ഇവരെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവരും സെയിം തന്നെയാണ്. ഇപ്പം യു കെയിലുള്ളവർ അവരുടെ മതത്തിലുള്ളവർ എങ്ങനെയാണ് അത് അവരുടെ മതവിശ്വാസം കൊണ്ട് നടക്കുന്നത്, അതേപോലെയാണോ നിങ്ങൾ വ്യത്യസ്ത മതക്കാരായി ഇവിടെ കുടിയേറിയവർ ചെയ്യുന്നതെന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അതിനെ ഏതെങ്കിലും ഒരു മതത്തെ സപ്പോർട്ട് ചെയ്യുകയോ ഏതെങ്കിലും ഒരു മതത്തെ വിമർശിക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതായത് പബ്ലിക്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം മത സ്നേഹപ്രകടനങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരുപാട് മതത്തിൽപ്പെട്ടവരിപ്പം നമ്മൾ പല വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. അത് എന്തൊരു മോശം പ്രവൃത്തിയാണ്. അതൊക്കെ ഇവർക്കൊന്നും അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഇവിടെ പൊതുവെ മതത്തിൽ നിന്ന് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മതത്തിൻ്റെ പേരും പറഞ്ഞ് കുറേ എണ്ണം ഇവിടെ വന്ന് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനെതിരെ അവർ പ്രവർത്തിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അത് എല്ലാ ആൾക്കാരെയും ബാധിക്കും. പയ്യെ അത് ഇപ്പം മതത്തിൽ വിശ്വസിക്കുന്നവരെയും ഇല്ലാത്തവരെയും എല്ലാവരെയും ആയിരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ ബാധിക്കപ്പെടുന്നത്. രണ്ടാമതുള്ള കാര്യം വൃത്തിയാണ്. ഇവിടെ ഉള്ളവർ അവരെ ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലില്ലെങ്കിൽ ഇന്ത്യയിലുള്ളൊരു തെരുവും യു കെയിലുള്ളൊരു തെരുവും തമ്മിലുള്ള വ്യത്യാസം. അതിൽ പ്രധാനം ഇവിടുത്തെ സർക്കാർ അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നു. അതിലുപരിയായിട്ട് ഇവിടുത്തെ മനുഷ്യരുടെ രീതിയാണ്. അവരതിനെ നല്ല രീതിയിൽ തന്നെ അത് പരിപാലിച്ചു പോകുന്നു. ഇപ്പം ഒരു വേസ്റ്റ് ഒരിടത്ത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടിടും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല. എത്രയും നമ്മുടെ വീടുകൾ വൃത്തിയായി സൂക്ഷിച്ചാലും പബ്ലിക് പ്ലേസുകൾ എങ്ങനെ വൃത്തികേടാക്കാമെന്നാണ് ആളുകൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഈ വൃത്തികേടുകൾ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമോ? ഇവിടെ ഉള്ളവർ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു തെരുവും റോഡും എല്ലാം മറ്റുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് വൃത്തികേടാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനെതിരെ അവർ പ്രവർത്തിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കാണാൻ ലണ്ടനിലും പല സ്ഥലങ്ങളിലും മുറുക്കി തുപ്പുകയും വേസ്റ്റുകളെല്ലാം വലിച്ചു വാരി ഇടുകയും ഇംഗ്ലീഷുകാർ തന്നെ അതിനെതിരെ ഒരുപാട് വീഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ജനങ്ങളിങ്ങനെ കൂടുന്ന അനുസരിച്ച് ഇവിടെ മോശമായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തുകാരെല്ലാവരും ഇപ്പം നല്ല രീതിയിൽ നമ്മളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നവർ പോലും ഇതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങും. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ പെരുമാറ്റം തന്നെയാണ്. മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവരുടെ പെരുമാറ്റം മറ്റുള്ളവരെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാം എങ്ങനെയാണ് അവർ പൊതുവെ ഉള്ളവരുടെ ഒരു പെരുമാറ്റ രീതി, അവരുടെ സംസാര രീതി എല്ലാം അങ്ങനെയാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വളരെ പൊളൈറ്റായിട്ടായിരിക്കും അവർ സംസാരിക്കുക. ഇപ്പം ഓഫീസുകളിലും ഹോസ്പിറ്റലിലും എല്ലാം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അറിയാം, അവിടുത്തെ മേലുദ്യോഗസ്ഥരൊക്കെ നമ്മുടെ നാട്ടിലുള്ള മേലുദ്യോഗസ്ഥ കിടന്ന് ചാടി കടിക്കുന്ന പോലെ ഒന്നും അല്ല. അവർ വളരെ പൊളൈറ്റായിട്ടാണ്. ഇപ്പോൾ വഴക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും ഭൂരിപക്ഷം വരുന്ന ആളുകളും വളരെ മയത്തിലായിരിക്കും അത് പറയുന്നത്. അതേ സംബന്ധിച്ച് നമ്മുടെ തിരിച്ചുള്ള അവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും ഈ പ്ലീസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു റിക്വസ്റ്റ് രീതിയിൽ അല്ല ചോദിക്കുന്നത്. നമ്മുടെ ഭാഷയുടെ ഒരു ഇത് വെച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. അത് ഭയങ്കര റൂഡായിട്ടായിരിക്കും ഇവരതിനെ എടുക്കുക. അതുപോലെ തന്നെ ഈ ഫുഡ് കഴിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ആണ് നമ്മൾ കൈകൊണ്ട് കഴിക്കുക എന്നുള്ളത്. പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ വരുമ്പം അത് നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ വീട്ടിലിപ്പോൾ കൈ കൊണ്ട് നമ്മൾ ചോറ് കുഴച്ച് കഴിക്കുന്ന പോലെ അല്ല ഇപ്പം ഇംഗ്ലീഷുകാർ എല്ലാം ഒരുപാട് പേര് ഇംഗ്ലീഷുകാർ ഇരിക്കുന്ന ഒരു ഹോട്ടലിൽ പോയി നമ്മൾ കഴിക്കുമ്പോൾ, ഇല്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ള ആൾക്കാരിയ്ക്കുമ്പോൾ അവരെ മുന്നിൽ പോയി നിന്ന് കൈയിട്ട് കുഴച്ച് കഴിക്കുന്നത് അത് വളരെ മോശം കാര്യം തന്നെയാണ്. നമ്മുടെ രീതി എങ്ങനെയാണെന്ന് കരുതി നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലുമ്പം അതൊരിക്കലും നല്ല രീതി ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്കൂളുകളിൽ തൊട്ട് ഇവിടുത്തെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ കൈകൊണ്ട് കഴിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ കൈ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രേവിയും മറ്റും കൈ പറ്റി പിടിച്ചിരിക്കുന്ന രീതി കുഴച്ച് കഴിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അവർ അത് സ്പൂൺ ഉപയോഗിച്ചും ഫോർക്ക് ഉപയോഗിച്ചും ഒക്കെയാണ് അവർ കഴിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചോറും കറികളും ഒന്നും നമുക്ക് ആ രീതിയിൽ കഴിക്കാൻ പറ്റില്ലെങ്കിലും നമ്മളത് വീട്ടിൽ വെച്ച് അങ്ങനെ കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കണം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ തണുപ്പ് ഉള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഈ തണുത്ത ഇങ്ങനത്തെ മീൻകറിയും ഇതൊക്കെ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അത് ചൂടാക്കി കഴിക്കുന്നത്. അപ്പോൾ ചൂടാക്കുമ്പം തന്നെ അത് ഭയങ്കര സ്മെല്ല് അവിടെ എല്ലാം പരക്കും. അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷുകാരുടെ ഫുഡും ഒന്നും ആ രീതിയിലല്ലാത്തത് കൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരൊപ്പം കഴിക്കുമ്പോൾ അത് ഈ രൂക്ഷഗന്ധമുള്ള ആഹാരം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളതനുസരിച്ച് പെരുമാറുക. നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. പിന്നീടുള്ളൊരു കാര്യം ഈ പെരുമാറ്റ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പബ്ലിക് പ്ലേസിൽ സംസാരിക്കുന്നത്. വളരെ ഉച്ചത്തിൽ ഈ ഫോണിലൂടെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതും വളരെ ഒരു മോശം പ്രവണതയാണ്. കാരണം ഈ UK നോക്കിയാൽ തന്നെ ഭൂരിപക്ഷം വരുന്ന ആളുകളും അങ്ങനെ ചെയ്തില്ല. വളരെ വിരളമായിട്ടുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒച്ചത്തിലൊക്കെ സംസാരിക്കുന്നത്. പൊതുവെ ഉള്ള രീതി വെച്ച് അവരങ്ങനെ മറ്റുള്ളവർക്ക് പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? മിക്ക സ്ഥലത്തും മലയാളികളും ഇന്ത്യക്കാരും എല്ലാം തന്നെ അങ്ങനെയാണ്. ഈ ഫോണിൽ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുക, വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പോവുക. ഇപ്പം ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പം അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ള ആൾക്കാർ അവർ ഫോണൊന്നും യൂസ് ചെയ്യത്തില്ല. ഇത് നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ കോളും ചെയ്തുകൊണ്ടാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്, അത്യുച്ചത്തിൽ സംസാരിച്ചുകൊണ്ട്. അതൊക്കെ വളരെ മോശം ഉള്ള രീതിയാണ്. അതൊന്നും ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ ബസ്സിലൊക്കെ കയറുമ്പോഴും ഇതുപോലെ തന്നെ ഫോണുകൾ ഒച്ചത്തിൽ സംസാരിക്കുക. അപ്പം അടുത്തൊരാളിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുക. നാട്ടിലൊക്കെ നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആളിയ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ച് ഫോണിലൂടെ ഭയങ്കര വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതൊരു പബ്ലിക് പ്ലേസിൽ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഇതുപോലെ ചെയ്യാൻ പാടില്ല. പിന്നീടുള്ളൊരു പ്രശ്നമായിട്ടുള്ളത് ഈ ക്രൈമുകളാണ്. അതായത് ഇപ്പം നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അവിടെ തീർച്ചയായിട്ടും എന്തോരം ക്രൈം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മാത്രമല്ല നമ്മളെ നാടിനെ തന്നെ ആയിരിക്കും അത് പറയും. ഇപ്പം തന്നെ നാട്ടിൽ വന്നിട്ടിപ്പം ഇന്ത്യയിലെ രാജ്യത്ത് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെല്ലാം ആ ഒരു നാടിനെ മൊത്തത്തിലായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതും നമ്മളെ ബാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു രാജ്യത്ത് വന്നിട്ട് ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ ഇരിക്കുക. ഇപ്പം ഈ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരുപാട് മലയാളികളെ പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരും മദ്യപിച്ച് കഴിഞ്ഞാൽ അവർ ടാക്സി വിളിച്ചായിരിക്കും പോവുക. പക്ഷെ ഇപ്പോൾ ഒരുപാട് മലയാളികൾ അങ്ങനെ മദ്യപിച്ചുകൊണ്ട് ഇപ്പോൾ പിടിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നാട്ടിലാണെങ്കിൽ ഇപ്പം മുക്കിന് പോലീസിൽ നിന്ന് കൈ കാണിച്ച് ഊതിക്കുന്ന പരിപാടി അതിവിടെ ഇല്ല. അതിൻ്റെ പേര് നമ്മളതിനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അവർ പിടിക്കുന്നില്ലെന്നും കരുതി അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പണം കെട്ട ഒരു രീതിയായിട്ട് മാറും. അതേപോലെ തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടത്തുന്ന വാർത്തകളുടെയൊക്കെ താഴെ എല്ലാവരും ഉറപ്പായിട്ട് അവർ പറയുന്നത് അവർ നാട് കടത്താനാണ് പറയുന്നത്. കാരണം അവർക്കത് ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ഈ നാട്ടിൽ മറ്റുള്ളവരെ അത് ബാധിക്കുന്നതുകൊണ്ടാണ് അവർ നാട് കടത്തുക എന്ന് പറയുന്നത്. അപ്പം പൊതുവെ ഇപ്പോൾ കുറേയധികം ക്രൈമുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ ഒരു നാട്ടിലുള്ള മറ്റുള്ളവരെ തന്നെ ആയിരിക്കും അവർ കുറ്റം പറയുക. ഇപ്പം നന്നായിട്ട് നടക്കുന്നവരെയാണെങ്കിൽ അത് പിന്നീട് അത് ബാധിക്കും. മതത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഫെസ്റ്റിവലുകൾ. ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ നമ്മളെല്ലാം നാട്ടിൽ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യത്ത് വന്ന് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അവർ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഗൾഫ് രാജ്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, അത് പബ്ലിക്കിൽ ഇപ്പോൾ ഒരു വഴി അടച്ചുകൊണ്ടോ അത് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ഒന്നും ഗൾഫിലൊന്നും നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇവിടെ അവർ ഈ UK യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ അത്യാവശ്യം സ്വാതന്ത്ര്യം തരുന്നത് കൊണ്ടാണ് ഇവിടെ വന്ന് നമ്മളിപ്പോൾ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ഇല്ല ഇപ്പോൾ ഇവിടെ മിക്ക മലയാളികൾ ഒരു ഓഡിറ്റോറിയം വിളിച്ച് അവർ അതിനുള്ളിലാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഇപ്പം ആളുകൾ ഒരുപാട് കൂടി അപ്പോഴത്തേക്കിനും ഇവർ ഈ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന പരിപാടി അത് ഭയങ്കര മോശം ആണ്. അതൊന്നും ഇവിടുത്തെ ആർക്കും അത് ഇഷ്ടപ്പെടുന്ന പരിപാടിയേ അല്ല. ഈ മറ്റുള്ളവരെ കാണിക്കുക, മറ്റുള്ളവരെ വെറുപ്പിക്കുക, ഈ നാട്ടിൽ നടക്കുന്ന അതേ പരിപാടികൾ അത് ഈ നമുക്കെതിരെ ഉള്ളൊരു ഇതായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവർ ഒരുപാട് കാര്യങ്ങളെ അനുകൂലിക്കുന്നുണ്ട്, ഇവർ ഒരുപാട് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ റേസിസം പൂർണ്ണമായിട്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരു പരിധി വരെ ഇവിടെ റേസിസം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. വളരെ വിരളമായിട്ടുള്ള വാർത്തകളാണ്. ഇപ്പോൾ UK ഉള്ള എല്ലാ മനുഷ്യരും ഇവിടെ വരുന്ന എല്ലാവരും റേസിസം നേരിടുന്നു എന്നൊരു വാർത്ത നമ്മളെങ്ങും കാണുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങോ ഇങ്ങോ ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവർ അത് വർഷങ്ങളായിട്ട് അത്
മാറി മാറി പണ്ടത്തെ കാലത്ത് നിന്നും മാറി അവർ ചിന്തിച്ചു, അവർ പഠിച്ചു, അവർ മറ്റുള്ളവരെ അത് പഠിപ്പിച്ചെടുത്തു. എല്ലാവരും നമ്മൾ ഒരുപോലെ കാണണം എന്നെല്ലാം, അങ്ങനെയുള്ള ഒരു ഇക്വാലിറ്റിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെ ഡെവലപ്പായി വന്നൊരു രാജ്യത്ത് നമ്മൾ വന്ന് ഈ നമ്മുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ അഹങ്കാരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും തിരിച്ച് ചിന്തിച്ചു തുടങ്ങും. അതിപ്പോൾ ഈ റേസിസം നടന്ന വാർത്തകൾക്കിടയിൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലുമൊക്കെ വരുന്ന ഓൺലൈൻ വാർത്തകളുടെയൊക്കെ താഴെ വരുന്ന കമൻറ്റ് നോക്കിയൊക്കെ കഴിഞ്ഞാൽ തന്നെ അറിയാം, അവർ ആ വിക്ടിമിനെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഒരു ഇംഗ്ലീഷുകാരൻ ഒരു മറ്റു രാജ്യത്തുള്ള ഒരു ഇന്ത്യക്കാരനോടോ അതേപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളവരോടോ റേസിസം കാണിച്ചു കഴിഞ്ഞാൽ അവരതിനെ എതിർക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അതിനെ എതിർക്കുകയായിരിക്കും, എന്നിട്ട് അവർ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ആണോ? മറ്റുള്ളൊരു രാജ്യത്തു നിന്ന് വന്ന ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും എല്ലാവരും 99% ആൾക്കാരും അയാളെ ആയിരിക്കും എതിർക്കുക. നമ്മുടെ നാട്ടിലുള്ള ആളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം പുറത്തുനിന്ന് വന്ന ഒരാളെ എപ്പോഴും ഒരു അന്യനായിട്ടായിരിക്കും കാണുക. അപ്പം ഇവിടെ എന്തായാലും അത്രത്തോളം ഇല്ല. എങ്കിലും ഈ ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളിൽ ഈ വരുന്ന സപ്പോർട്ട് ക്രമേണ നമുക്ക് കുറഞ്ഞു വരും. കാരണം അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യൻ ഫുഡുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വന്ന് കഴിക്കുന്ന ഇവിടുത്തെ ഉള്ള ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നതാണ്. പിന്നീട് ഇതിനോടൊപ്പം കേൾക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഈ മുണ്ടുടുത്തും സാരി കൊടുത്തും നടക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇവിടെ ഉള്ളവർ ഈ സമ്മർ സമയങ്ങളിലൊക്കെ അവർ വരും നിക്കറും ഒക്കെ മാത്രം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അവരൊക്കെ വേഷങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഈ ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്ത് ടൗണിൽ പോലും ചിലർ ഷർട്ടൊന്നും ഇടാതെ നിക്കർ മാത്രം ഇട്ട് നടക്കുന്ന സായിപ്പുമാരെ നമുക്ക് കാണാം. അങ്ങനെയുള്ളവർക്ക് അവർക്ക് മറ്റുള്ളവർ എന്ത് ധരിച്ചാലും അവർക്കൊരു പ്രോബ്ലം അല്ല. അപ്പോൾ അവർ ഒരു ഡ്രസ്സ് ധരിച്ചെന്നും പറഞ്ഞ് ഇവരാരും അങ്ങനെ മറ്റുള്ളവരെ മോശമായിട്ട് കാണത്തില്ല. പിന്നെ അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കൗതുകത്തോടെ നോക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പണ്ട് പ്രക്ഷോഭം നടന്നപ്പോൾ ഒരാൾ മുണ്ടെടുത്ത ഒരാൾ മുണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ആ ഒരു ആൾ റേസിസമുള്ള ആളാണെന്ന് ഉറപ്പാണ്. കാരണം അയാളിപ്പോൾ മുണ്ടെടുത്ത അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അയാൾ ആക്രമിക്കും. അത് വെച്ചിട്ട് ഈ മുണ്ടെടുക്കുന്നതെല്ലാം പ്രോബ്ലമാണ്, മുണ്ടെടുക്കുന്നവരെ മോശം ആൾക്കാരായിട്ടാണ് കാണേണ്ടത് എന്നൊരു രീതി വെക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെയുള്ള ഇംഗ്ലീഷുകാർക്ക് തന്നെ ഇംഗ്ലീഷ് സ്ത്രീകൾക്കൊക്കെ തന്നെ സാരി ഉടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക കെയർ ഹോമുകളിലും ഹോസ്പിറ്റലിലും ഓഫീസുകളിലൊക്കെ കാണാം. എന്തെങ്കിലും ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുമ്പം ഇവിടുത്തെ ഉള്ള സ്ത്രീകളും മദാമ്മമാരും ഒക്കെ അവർ സാരിയൊക്കെ ഉടുക്കുന്ന കാണാം. പിന്നെ മുണ്ടിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ട് ഒരിക്കലും ഒരു സേഫായിട്ടുള്ളൊരു വസ്ത്രമല്ല. കാരണം മുണ്ടിനങ്ങനെ മുറുക്കത്തോടെ ഉടുക്കാൻ പറ്റുന്ന അല്ലല്ലോ. മുണ്ടിപ്പം പെട്ടെന്നൊക്കെ വലിച്ചെറിച്ചുകൊണ്ടില്ല ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പറന്നു പോകുന്നൊരു തരം വസ്ത്രമാണ്. അതാണ് മുണ്ടിൻ്റെ ഒരു പ്രശ്നം. സാരിക്കാണെങ്കിൽ പോലും അത്രയും പ്രോബ്ലമില്ല, അവരത് അത്രയും ഇതായിട്ട് ഉടുക്കുന്നത് കൊണ്ട്. ഇപ്പം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ മുണ്ടെടുത്തുകൊണ്ട് ഒരാൾ പുറത്ത് നടന്നെന്നും പറഞ്ഞു അതൊരു വലിയ പ്രശ്നമല്ല. ശരിക്കും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഉള്ളൊരു പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ഉള്ളവർക്ക് ഇഷ്ടമല്ലാതെ വരുന്നത്. മുണ്ടെടുത്തൊരു മനുഷ്യൻ നടക്കുന്ന എന്തോ അത് മുണ്ടല്ലെങ്കിൽ മറ്റൊരു വസ്ത്രം അയാൾ ധരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മുണ്ടെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ അവർ വേണേൽ അതിൻ്റെ താഴെ ഒരു നല്ലൊരു ബർമുട പോലുള്ള എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ തരുന്ന പ്രശ്നമുള്ളൂ. അപ്പം ചില ആളുകളൊക്കെ ഈ മുണ്ടെടുക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു മോശം രീതിയിലൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളികളെ തന്നെ മറ്റു മുണ്ടെടുക്കുന്നവരെയൊക്കെ മോശക്കാരായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇവിടുത്തെ ഉള്ളവർക്കില്ല. നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചാലും അവർക്കൊരു പ്രോബ്ലമല്ല. ഇതിപ്പോൾ ഇവിടെ ഉള്ളവരൊരു പ്രധാന അവരെ ഒരു രീതിയും തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരെ ഇപ്പം നമ്മൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ മതം, അവനവൻ്റെ ഇഷ്ടങ്ങൾ അതെല്ലാം അവനവനിൽ തന്നെ ഒതുക്കുക, അവൻ്റെ ഒരു ചുവരിനുള്ളിലോട്ട് ഒതുക്കുക. അത് മറ്റുള്ളവരെ കാണിക്കാനും അവരെ വെറുപ്പിക്കാനും ഇല്ലാതാക്കാൻ നിന്ന് നോക്കുക.